I want to your help. I want your help. I need to your help. I need your help. ഇങ്ങനെയൊക്കെ ഈ സെന്റൻസ് ഒക്കെ കേൾക്കുമ്പോൾ എന്തോ അതിനകത്തൊരു തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ലേ? പക്ഷെ ഏത് സെന്റൻസ് ആണ് തെറ്റ് എന്ന് ചിലർക്കൊക്കെയെങ്കിലും കൺഫ്യൂഷൻ വരും. ഇത്തരം കൊച്ചു കൊച്ചു സെന്റൻസുകൾ ഒരുപാട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വേണ്ടി വരാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈ കൊച്ചു കൊച്ചു സെന്റൻസുകളാണെങ്കിലും ഒരുപാട് മിസ്റ്റേക്സും വരുത്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ ലെസൺ അത്തരം ചെറിയ ചെറിയ സെന്റൻസസ് ആണ്, ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുത്തുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലെസണാണ് ഇന്നത്തേത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാണ്ട്സ്, വാണ്ട്സ് ടു, വാണ്ടഡ്, നീഡ്, നീഡ് ടു, നീഡഡ്, നീഡഡ് ടു. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സെന്റൻസിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്, മിസ്റ്റേക്സ് വരുത്താതെ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം വാണ്ട്. വാണ്ട് എന്നാൽ ആഗ്രഹിക്കുക. ഇപ്പോൾ എനിക്ക് ഒരു വസ്തു എനിക്ക് വേണം, എനിക്ക് ഒരു പെൻ വേണം. ഐ വാണ്ട് എ പെൻ. വളരെ ഈസി ആയിട്ട് ഇത് പറയാം, വളരെ സിമ്പിൾ സെന്റൻസ് ആണ്. ഐ വാണ്ട് എ പെൻ. അതല്ല, എനിക്കൊരു ബാഗ് വേണം. ഐ വാണ്ട് എ ബാഗ്. ഇതുമല്ല, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഐ വാണ്ട് യുവർ ഹെൽപ്പ്. ഐ വാണ്ട് യുവർ സപ്പോർട്ട്. ഇവിടെയൊക്കെ ഐ വാണ്ട് അത് കഴിഞ്ഞിട്ട് ആ എന്ത് വസ്തുവാണോ നമുക്ക് വേണ്ടത്, അതല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്, അത് വളരെ ഈസി ആയിട്ട് പറയാം. അപ്പോൾ ഐ വാണ്ട് എന്ന് ഉപയോഗിച്ചു. ഇനി ഐ അല്ല എങ്കിൽ വേറെ സബ്ജക്റ്റുകളൊക്കെ ആവാമല്ലോ. അപ്പോൾ ഹി ആണെങ്കിൽ വാണ്ട്സ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐ, യു, വി, ദേ, അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വാണ്ട് എന്ന് തന്നെ ഉപയോഗിക്കാം. പിന്നെ സിംഗുലർ സബ്ജക്ട്സ് ഹി, ഷീ, അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരാളുടെ നെയിമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വാണ്ട്സ് എന്ന് ഉപയോഗിക്കാം. ഐ വാണ്ട് യുവർ പെൻ. ഐ വാണ്ട് ഹിസ് പെൻ. ഹി വാണ്ട്സ് യുവർ പെൻ. ഹി വാണ്ട്സ്. അത്രയേ ഉള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാണ്ട് ഓർ വാണ്ട്സ്. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ഡയറക്റ്റ് ആയിട്ട് ഓബ്ജക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് വാണ്ട് ഉപയോഗിക്കാം. വാണ്ട് എന്നത് പ്രസന്റ് ടെൻസിലല്ലേ ഉപയോഗിക്കുന്നത്, അതുപോലെ പ്രസന്റ് ടെൻസിൽ തന്നെയാണ് വാണ്ട്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തന്നെ ഒരു പാസ്റ്റ് ടെൻസ് ആകാമല്ലോ, വാണ്ടഡ്. ഐ വാണ്ടഡ് എ ബാഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബാഗ് ആവശ്യമായിരുന്നു. ഐ വാണ്ടഡ് എ പെൻ. എനിക്കൊരു പെൻ ആവശ്യമായിരുന്നു. ഐ വാണ്ടഡ് യുവർ ഹെൽപ്പ്. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമായിരുന്നു. ഐ വാണ്ടഡ് സം മണി. എനിക്ക് കുറച്ച് പൈസ ആവശ്യമായിരുന്നു. അപ്പോൾ വാണ്ടഡ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് എന്നോ പ്ലൂറൽ സബ്ജക്റ്റ് എന്നോ ഒരു വ്യത്യാസവുമില്ല. നമുക്ക് ഈസി ആയിട്ട് വാണ്ടഡ് എന്നതിനെ ഉപയോഗിക്കാം. ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ വാണ്ടഡ്, ഹി ആണ് സബ്ജക്റ്റ് എങ്കിലും വാണ്ടഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാണ്ടഡ് പ്ലസ് ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഉപയോഗിച്ചാൽ അതും ഈസിയായി. ഇനി നമുക്ക് വാണ്ട് എന്നതിൻ്റെ കൂടെ ടു ചേർക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? വാണ്ട് ടു. ഐ വാണ്ട് ടു ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, അതല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കണം, അതുമല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായി. ഐ വാണ്ട് ടു ഹെൽപ്പ് യു. ഐ വാണ്ട് ടു ഹെൽപ്പ്. അപ്പോൾ ശ്രദ്ധിക്കുക, വാണ്ട് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് ടു ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു വേർബ് ആണ് ഉപയോഗിച്ചത്. വേർബിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിച്ചത്. ഐ വാണ്ട് ടു ഹെൽപ്പ് യു. ഐ വാണ്ട് ടു ഗോ ദർ. എനിക്ക് അവിടെ പോകണം, ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു കം ഹിയർ. ഞാൻ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ടു കഴിഞ്ഞിട്ട് എല്ലാം ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. ഗോ, കം എന്നൊക്കെ പറയുമ്പോൾ ബേസ് ഫോം ഓഫ് വേർബ് ആണ്. ഇവിടെ വാണ്ട് ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ തന്നെ സബ്ജക്റ്റ് അനുസരിച്ച് വാണ്ട് അല്ല വാണ്ട്സ് ഉപയോഗിക്കാം. ഹി വാണ്ട്സ് ടു ഹെൽപ്പ് യു. ഐ വാണ്ട് ടു ഹെൽപ്പ് യു എന്നാണ് പറയുന്നത്. പക്ഷേ ഹി വാണ്ട്സ് ടു ഹെൽപ്പ് യു, അവിടെ വാണ്ട്സ് ഉപയോഗിക്കണം. ആദ്യം പറഞ്ഞ ആ റൂൾ തന്നെ. സബ്ജക്റ്റ് പ്ലസ് വാണ്ട് ഓർ വാണ്ട്സ്, ടു പ്ലസ് വേർബിന്റെ ബേസ് ഫോം V1 ഫോം. അപ്പോൾ വാണ്ട്സ് ടു കഴിഞ്ഞു. ഇനി നമുക്ക് നീഡ് എന്നുള്ള വേർബ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നീഡ് എന്നാൽ ആവശ്യമായി വരിക എന്നല്ലേ അർത്ഥം, അതല്ലെങ്കിൽ ആവശ്യം.
ഇപ്പോൾ നമുക്ക് നീഡ്, ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഐ നീഡ് യുവർ ഹെൽപ്പ്. ഐ നീഡ് സം മണി, എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സബ്ജക്റ്റ് പ്ലസ് നീഡ്, അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഓബ്ജക്റ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നീഡ് എന്ന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നീഡ്സ് ഉപയോഗിക്കാം, പക്ഷെ സബ്ജക്റ്റ് മാറും എന്ന് മാത്രം. സബ്ജക്റ്റ് ഇതുപോലെ ഐ, യു, വി, ദേ ഒക്കെയാണ് സബ്ജക്റ്റ് എങ്കിൽ നീഡ് ഉപയോഗിച്ചാൽ മതി. അതല്ല, നീഡ്സ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഹി, ഷീ, ഇറ്റ് ഒക്കെയാണെങ്കിൽ ഐ നീഡ്, യു നീഡ്, വി നീഡ്, ഹി നീഡ്സ്, ഷീ നീഡ്സ്, രോഹൻ നീഡ്സ്, അങ്ങനെ. അപ്പോൾ അത്രയും വ്യത്യാസമുള്ളൂ. സബ്ജക്ട് പ്ലസ് നീഡ് ഓർ നീഡ്സ് പ്ലസ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇനി നീഡഡ്. നീഡഡ് എന്നത് നീഡ് എന്ന വേർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ആവശ്യമായി വന്നു എന്നാണ്. ഐ നീഡഡ് സം മണി, എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു. ആവശ്യം വന്നത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് കുറച്ച് പൈസ ആവശ്യം ഉണ്ടായിരുന്നു. ഐ നീഡഡ് സം മണി. ഐ നീഡഡ് യുവർ ഹെൽപ്പ്, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടായിരുന്നു. ഐ നീഡഡ് 2 bags, എനിക്ക് 2 ബാഗുകൾ ആവശ്യമുണ്ടായിരുന്നു. ഐ നീഡഡ് എ കാർ, എനിക്കൊരു കാർ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, ഏത് ഡയറക്റ്റ് ഓബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് അവിടെ ഉപയോഗിക്കാം. എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അത് ഡയറക്റ്റ് ആയിട്ട് വളരെ സിമ്പിൾ സെന്റൻസിൽ നമുക്ക് പറയാം. അപ്പോൾ നീഡ് എന്നത് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്, നീഡഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഇനി അടുത്തത് നീഡ് ടു. നീഡ് ടു, ഐ നീഡ് ടു ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കേണ്ട ആവശ്യം ഉണ്ട്. ഐ നീഡ് ടു ഹെൽപ്പ് യു. ഐ നീഡ് ടു ഗോ ദർ, എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. ഐ നീഡ് ടു വിസിറ്റ് ദ ഹോസ്പിറ്റൽ, എനിക്ക് ആ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഐ നീഡ് ടു സ്റ്റേ ഹിയർ, എനിക്ക് ഇവിടെ താമസിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നീഡ് ടു കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വേർബിന്റെ ബേസ് ഫോം ആണ്. V1 ഫോം ഓഫ് ദ വേർബ് ആണ്. സ്റ്റേ എന്ന് പറഞ്ഞാലും ഗോ എന്ന് പറഞ്ഞാലും കം എന്ന് പറഞ്ഞാലും ഒക്കെ വേർബിന്റെ ബേസ് ഫോം ആണ്. അപ്പോ സബ്ജക്ട് പ്ലസ് നീഡ് ടു അല്ലെങ്കിൽ നീഡ്സ് ടു, പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബ് ആണ്. V1 ഫോം ഓഫ് ദ വേർബ് ആണ്. ഐ നീഡ് ടു ഗോ ദർ, ഹി നീഡ്സ് ടു ഗോ ദർ. ഇനി നീഡഡ്. നീഡഡ് എന്നത് പാസ്റ്റ് ടെൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒപ്പവും ടു ഉപയോഗിക്കാം. ഐ നീഡഡ് ടു ഗോ ദർ, എനിക്ക് അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വേർബാണ് ഉപയോഗിക്കുന്നത്. നീഡഡ് ടു കഴിഞ്ഞിട്ട് വേർബ്. ഷീ നീഡഡ് ടു കം ഹിയർ, അവൾക്ക് ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആവശ്യം വന്നു. ഷീ നീഡഡ്. അപ്പോൾ നീഡഡ് ഉപയോഗിക്കുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. നീഡഡ് ടു ഉപയോഗിക്കുന്നത് പോലെ തന്നെ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ഒരു വ്യത്യാസവും വരില്ല. ഹി നീഡഡ് ടു, ഐ നീഡഡ് ടു, വി നീഡഡ് ടു, ഷീ നീഡഡ് ടു, ദേ നീഡഡ് ടു എന്ന് ഉപയോഗിക്കാം. പക്ഷേ പ്രസന്റ് ടെൻസിലാവുമ്പോൾ ശ്രദ്ധിക്കണം, സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് നീഡ് ടു അല്ലെങ്കിൽ നീഡ്സ് ടു ഉപയോഗിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ സെന്റൻസസ് ഇനി മിസ്റ്റേക്സ് വരുത്താൻ പാടില്ല. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കാതെയാണെങ്കിലും ചിലപ്പോൾ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അപ്പോൾ ഇനി മിസ്റ്റേക്സ് വരുത്തണ്ട.